ഗുഡ് മോർണിംഗ്. നമ്മൾ നിങ്ങൾക്ക് ഈ 5ാം സെമസ്റ്ററുകാർക്ക് ഞാനിപ്പോൾ ശരിക്കും ചെയ്തിട്ടിരിക്കുന്നത് റിവിഷൻസാണ്. അതായത് വീഡിയോഗ്രാഫിക്കൽ ഷിൻഡോ പഠിപ്പിച്ചിരുന്ന തിയറി സൈഡ് അതിൻ്റെ പ്രാക്ടിക്കൽ ഞാനാണ് നിങ്ങൾക്ക് എടുത്തു തന്നത്. അപ്പോൾ പ്രാക്ടിക്കലാണെങ്കിലും വൈവ വരുമ്പോഴേക്കും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും പഠിക്കുന്നത്. പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള. അപ്പോൾ സാധാരണമായിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ക്യാമറ സപ്പോർട്ടർ സിസ്റ്റത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ ചോദിക്കും. അത് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. ഒരു 300 വാക്കുകളാണ് ഒരു എസ് എ എഴുതേണ്ടത്. അതായത് ഒരു മിനിമം ഒരു 3.5 പുറം കാണും. 4 പുറം ആയാലും കുഴപ്പമില്ല. അത്ര എഴുതിയാലേ ഒരു 7 മാർക്കോ 8 മാർക്കോ ചിലപ്പോൾ 10 മാർക്കും തരുന്നവരും ഉണ്ട്. അത് നല്ല പോയിൻ്റ് ഔട്ട് ചെയ്ത് ഓരോന്ന് എഴുതി ചിലയിടത്തൊക്കെ സ്കെച്ചൊക്കെ ഇട്ടൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട്. നമ്മൾ പേപ്പർ നോക്കുമ്പോൾ കാണാവുന്ന. അപ്പോൾ അത് അവരുടെ ആ ഓരോ ഒരു ക്യാമറയെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോഗ്രാഫി പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ട്രൈപോഡ് മോണോപോഡ് എന്നൊക്കെ പറഞ്ഞ് നിർത്താം. ഇതങ്ങനെയല്ല, ഒത്തിരി സപ്പോർട്ടഡ് സിസ്റ്റംസുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ദി 2 മോസ്റ്റ് കോമൺലി ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഡിവൈസ് ഫോർ ദി ക്യാമറ ഓൾസോ കോൾഡ് മൗണ്ട്. ക്യാമറ മൗണ്ട് എന്ന് പറഞ്ഞാലും ക്യാമറ സപ്പോർട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കണം. ക്യാമറ സപ്പോർട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാലും ക്യാമറ മൗണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓർ ദി ട്രൈപോഡ് ആൻഡ് ഹ്യൂമൻ ഷോൾഡർ. ട്രൈപോഡും ഷോൾഡറുമാണ് സാധാരണ വീഡിയോ ക്യാമറാസ് ഉപയോഗിക്കുന്ന രീതികൾ. ഷോൾഡർ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വലിയ ക്യാമറ ഷോൾഡർ, അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓടി നടന്നെടുക്കാം. ഇച്ചിരി അത്യാവശ്യം ഓടി നടന്നാലും ഷെയ്ക്കില്ലാതെ സ്റ്റെബിലൈസ്ഡ് ആണ് അതിൻ്റെ രീതി. അത് നമ്മൾ സ്മോൾ ലൈറ്റ് വെയിറ്റ് നിങ്ങൾ ഉപയോഗിച്ച് ശീലമുള്ളതാണ്. നിങ്ങളതുകൊണ്ട് തോളെ വെച്ച് നടന്ന് നിങ്ങളെ എടുപ്പിച്ചാണ് ഞാൻ ട്രൈപോഡിലും ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. Smallest lightweight cameras can be placed on the shoulder or handheld. Shoulder and handheld ആയിട്ട് നമ്മൾ കാര്യം. However, they are unveiled and difficult for the long and steady shots, especially if we must walk or move around. നമ്മൾ നടക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഷോൾഡർ വെച്ച് തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഷെയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വളരെ ഒട്ടും ഷെയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ട്രൈപോഡും നമ്മൾ പിടിച്ചുകൊണ്ട് പോകാനുള്ള അതിൻ്റെ ഒരു ക്യാരി ചെയ്യാനുള്ളൊരു ഹോൾഡ് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ മൗണ്ടുകൾ അതിൽ തന്നെ ഉണ്ട്. ഓൾദോ അറ്റാച്ച്ഡ് ഷുഡ് മൗണ്ട് ക്യാൻ മേക്ക് ദി ക്യാമറ റൈഡ് കംഫർട്ടബിൾ ഓൺ ദി ഷോൾഡർ. It is advised to limit such shots only to this. They are absolutely necessary and lend dynamic to the frames. ഷോൾഡറിൽ വെച്ച് നമ്മൾ പോകുമ്പോഴേക്കും വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഷോട്ട്സുകളൊക്കെ വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ ആക്സസറീസ് ആവശ്യമായിട്ട് വരും. ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ടോ അതിങ്ങനെ കയ്യിൽ തോളിൽ വെച്ചുകൊണ്ടൊക്കെ സാധാരണ എടുക്കാമെന്നെങ്കിൽ പോലും നമ്മൾ ശരിക്കും എടുക്കേണ്ട രീതികളിൽ ഒത്തിരി മൂമെൻറ്റ്സുകൾ വീഡിയോ ക്യാമറ വെച്ച് ചെയ്യാൻ പറ്റും. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യമാസം നമ്മൾ ഒരു 3-4 കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ ഓർത്തിരിക്കണം. ഒന്ന് ട്രൈപോഡ്. ദി ട്രൈപോഡ് ഈസ് 3-leg ഡിവൈസ് ഫോർ സപ്പോർട്ടിങ് ദി ക്യാമറ. ട്രൈപോഡിനെ കുറിച്ച് വിശദീകരിക്കാൻ ചോദിക്കുമ്പോൾ ഈ ഒറ്റ വാക്ക് എഴുതിയാൽ മതി. 3-leg ഡിവൈസ് ഫോർ സപ്പോർട്ടിങ് ദി ക്യാമറ. 3-leg ഡിവൈസ് ദി സപ്പോർട്ടിങ് ക്യാമറ ഒക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, ട്രൈപോഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ എല്ലാവർക്കും എങ്ങനെ ട്രൈപോഡ് അത് വെക്കുന്നതും അതിൻ്റെ അകത്ത് സ്പിരിറ്റ് ലെവൽ കറക്റ്റ് ചെയ്ത് ഭൂമിയുടെ സ്പിരിറ്റ് ലെവലുമായിട്ട് കണക്ട് ചെയ്ത് ആ ട്രൈപോഡ് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സ്പിരിറ്റ് ലെവലിനെ കുറിച്ച് ഇനി പറഞ്ഞുതരാം. സ്പിരിറ്റ് ലെവൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സ്പിരിറ്റ് ലെവലിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റ് ലെവൽ അത് തിയേറ്ററിക്കലായിട്ട് അല്ലെങ്കിൽ പ്രൊജക്ടറിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ട്രൈപോഡ് സ്പിരിറ്റ് ലെവലിൽ അല്ലാതെ വന്നാലുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഇനിയും പറഞ്ഞുതരാം. ദി ഡിവൈസ് വിത്ത് ദി ഹാൻഡിൽ ദാറ്റ് അലൗ ദി ക്യാമറ ടു പിവോട്ട് സ്മൂത്തിങ് ഓൺ ടു വിച്ച് ദി ക്യാമറ ഈസ് സെക്യൂർഡ് വിത്ത് എമോ സ്ക്രൂ. The adjustment legs allow for the
tripod to be leveled on uneven surface, and the camera can be raised from 2 to 6 feet above ground to slight above the eye level. A spreader is used to lend stability to the tripod and also reduce the height where required. സാധാരണ നമ്മൾ 6 അടിയിലേക്ക് ഇങ്ങനെ പൊക്കാവുന്ന ട്രൈപ്പോഡുകളുണ്ട്, പല രീതിയിൽ പൊക്കാവുന്നുണ്ട്, ഐ ലെവലിൽ കുറച്ചുകൂടെ മേളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്യാനായിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് കഴിയുന്നു, ടിൽറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു, അത്യാവശ്യം നമ്മൾ ഹൈറ്റിലേക്ക് ഇങ്ങനെ ഉയർത്താൻ കഴിയുന്നു, ഐ ലെവലിൽ കൊണ്ടുവരാൻ കഴിയുന്നു, ലോ ലെവലിൽ കൊണ്ടുവരാൻ കഴിയുന്നു. ഇങ്ങനെ ക്യാമറയുടെ വിഷനെ ആ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അതിന് കഴിയുന്നു എന്നുള്ളതാണ്. ട്രൈപോഡിൻ്റെ 3 ലെഗ്സാണ്. ട്രൈപോഡ് ഇസ് 3 legged ഡിവൈസ് ഫോർ ദി സപ്പോർട്ടിങ് ദി ക്യാമറ. അതിനാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണം അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നു. അത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ള പാനിങ്ങിനും റിവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം, ടിൽറ്റ് ഡൗൺ ചെയ്യാം. ക്യാമറ ആംഗിൾ തന്നെ ലോ ആംഗിളോ ഹൈ ലെവലോ ഹൈ ആംഗിളിലോട്ടോ ഒക്കെ മാറ്റാനുള്ള ആ സംവിധാനം, അതിൻ്റെ ലെഗ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. വാട്ടർ ലെവല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. സ്റ്റെപ്പിലൊക്കെ വെച്ചിട്ടും പല ലെവലുള്ള അന്തരീക്ഷത്തിൽ വെച്ചിട്ടും ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നിടത്തോ സ്റ്റെപ്പുകളിലോ എവിടെ വേണമെങ്കിലും ആ കാലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കൊണ്ടുവന്നിട്ട് ഉറപ്പിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. ഇപ്പോൾ ട്രൈപോഡിനെ കുറിച്ച് വിശദീകരിക്കാൻ ചോദിച്ചാൽ ഒരു പാരഗ്രാഫ് എഴുതണം. ട്രൈപോഡിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? ട്രൈപോഡ് ഇസ് 3 legged ഡിവൈസ് ടു സപ്പോർട്ടിങ് ദി ക്യാമറ. ഇത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രാമത്തെ 4ാമത്തെ സെമിസ്റ്ററാണ്. 5ാമത്തെ സെമിസ്റ്ററിൻ്റെ ഏകദേശം ഒരു റൗണ്ട് നമ്മൾ കഴിഞ്ഞു. ഇനി അത് പിന്നീടും പഠിപ്പിക്കാം. അതിനുമുമ്പ് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക്, അതായത് നവംബറിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊന്നുകൂടെ എടുക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പഠിപ്പിക്കുന്ന കൂടാതെ തന്നെ നെറ്റിൽ ഇത്ര ഇഷ്ടംപോലെ വിഷ്വൽസ് ഉണ്ട്, അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി വരുന്നതാണ് ഡോളീസ്. ഡോളീസ് എന്താണ്? ഡോളി കം ടു വേരിയസ് സൈസ്. യൂഷ്വലി one person drive or pulls the dolly while another operator the camera. They are excellent for moving that involve the going forward and backward. Talented students concocted immense dollies from wheelchair, rosary, cards and like. ഇപ്പോൾ ഡോളി എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുപോകാനുള്ള ഒരു ഉപകരണമാണ് ട്രാക്ക് ആൻഡ് ട്രോളി എന്ന് പറയുന്നത്. ട്രോളി അപ്പോൾ നമുക്കിങ്ങനെ ഡോളി എന്ന് പറയുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ ഒരു 3 വീലുള്ള ഒരു മൗണ്ടുണ്ട്. ആ മൗണ്ടിൽ വെച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ തള്ളുക, ഇങ്ങനെ അതിങ്ങനെ തിരിയുന്നതും പിരിയുന്നതൊക്കെ ഉണ്ട്. അതിന് ക്രാബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഡോളിയുടെ പുറത്ത് നമുക്ക് ആളെ കയറി, ചിലർ ഇത് വാഹനം തന്നെ സൈക്കിളിലൊക്കെ വെച്ചെടുക്കുന്ന ഷോട്ട് പോലെ, അല്ലെങ്കിൽ ഒരു വാഹനം ഉപയോഗിച്ച് കാറിലൊക്കെ ഇരുന്നിട്ട് എടുക്കാറുണ്ട്. ചിലർ ഒരു വീൽ ചെയറൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റുഡൻസ് പലരും പരീക്ഷിക്കാറുണ്ട്. എങ്ങനെയായാലും ക്ലിയറായിട്ട് ഒരു ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മൂവ് ചെയ്ത് അങ്ങോട്ട് പോകും, മൊത്തത്തിൽ തിരിയുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഡോളി എന്ന് പറയുന്നത്. ഡോളി കംസ് ഇൻ വേരിയസ് സൈസസ്. യൂഷ്വലി one person drive or pulls the dolly while another operating the camera. ഇപ്പോൾ ഒരാളത് ഡ്രൈവ് ചെയ്യുക, അതല്ലാതെ അത് മൂവ് ചെയ്യിക്കാനും പിടിക്കാനും തള്ളിക്കൊണ്ട് പോകാനും ഒക്കെയുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഡോളിയുടെ പടം നമുക്ക് പിന്നെ അതിൻ്റെ ചിത്രങ്ങളും എല്ലാം നെറ്റിൽ നിന്ന് വർക്ക് ചെയ്യണതിൻ്റെയൊക്കെ കിട്ടും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങളിവിടെ അത്യാവശ്യം നമുക്ക് പല രീതിയിൽ ഡോളി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നവരുണ്ട്. നമ്മളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഒരു സൈക്കിളെ തന്നെ ഇത് പിടിപ്പിച്ച് വെച്ചിട്ട് സൈക്കിൾ ഉന്തിക്കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലത് നമ്മുടെ റഷ പോലെ 3 വീലറിൻ്റെയൊക്കെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് കറങ്ങുന്ന കസേരയില്ലേ, ഇങ്ങനെ 3, അതിൻ്റെ മുകളിൽ വെച്ചിട്ടും നമുക്കത് ക്യാമറ, നമ്മളൊരാളിങ്ങനെ ക്യാമറ എന്ന് കഴിഞ്ഞാൽ ആ കസേര ഉന്തിക്കൊണ്ട് അങ്ങോട്ടും സ്മൂത്ത് പരപ്പതലാണെങ്കിൽ
പല രീതി ചെയ്യാം. ഡോളി അത് കറക്റ്റായിട്ട് ട്രാക്ക് ആൻഡ് ട്രോളി എന്ന് പറയുന്നത് ട്രാക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഡോളി സത്യം പറഞ്ഞാൽ ഡോളി എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തെയും സാധനത്തെയും എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ വാഹനം. അത് മോട്ടറായാലും അല്ലാതെ ഉന്തിക്കൊണ്ടൊക്കെ പോകുന്ന രീതിയിലുള്ള ഡോളി, അത് ഡോളി. പിന്നെ വരുന്നത് ട്രാക്ക് ആൻഡ് ട്രോളി എന്ന് പറയുന്നതാണ്. As the names itself suggests, the equipped has to track and the platform on which the camera mounted. It requires a great amount of practice to work on the track and trolley. Since speed and the control of the camera are crucially factors in execute track shots. Track and trolley are used for truck shot like dollies. ട്രക്ക് ഷോട്ട് നമ്മൾ ഒരു അളവിൽ തന്നെ അങ്ങോട്ട് അടുത്ത് ചെല്ലുക, അളവിൽ തന്നെ ഇങ്ങോട്ട് വരിക. നേരെ മറിച്ച് നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സൂം ചെയ്യുന്നത് ഈ പ്രക്രിയ, പക്ഷേ സൂം ചെയ്യുമ്പോഴത്തേനും ആ വലിപ്പ വ്യത്യാസങ്ങളും പുറയിലുള്ള വസ്തുക്കളുടെ വ്യത്യാസങ്ങളൊക്കെ വരും. ഇതൊരു ഫിക്സഡ് നോർമൽ ലെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ ഡോളി വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു വേറൊരു പ്രശ്നമാണ് ട്രാക്ക് ഇട്ടിട്ട് ട്രാക്കിൻ്റെ മുകളിലൂടെ ഡോളി ക്യാമറ എല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ട് ചുറ്റിക്കൊണ്ട് പോവുക. അതിൻ്റെ അകത്ത് ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റും കൂടെ ഉണ്ട്. ആ സീറ്റ് നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് അതാണ് ഡോളി പോണ പോലെ പോകും. പക്ഷേ ക്യാമറയും ആ ഒരു ട്രാക്ക് ആൻഡ് ട്രോളി ട്രെയിനിൻ്റെ ട്രാക്ക് പോലത്തെ ട്രാക്കിൻ്റെ മുകളിൽ ഉള്ള ഒരു പോലുള്ള നല്ല കനമുള്ളൊരു ബോർഡിൻ്റെ മുകളിൽ ആളും ക്യാമറയും കൂടെ കയറിയിട്ട് ഉന്തിക്കൊണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ട്രക്ക് ഷോട്ട്സുകൾ എടുക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേർ വർത്താനം പറഞ്ഞു പോകുമ്പോൾ അവരുടെ ഒപ്പം ഇങ്ങനെ സഞ്ചരിക്കുക, രണ്ടുപേർ നിൽക്കുന്നിടത്തേക്ക് ക്യാമറ കൊണ്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. Yet another important camera supported system has been begun to be found using the video production is the Steadicam. It supported in the literally tied to the camera person and the shock absorber that steady the shot even when the camera person runs. The use of Steadicam is most notable in thrillers whereas protagonists, hero or heroine, running among bushes, the camera follow the footsteps among all the bushes but seems to be steady. പിന്നെ നമ്മൾ സ്റ്റഡി ക്യാമാണ്, അത് മേത്ത് പ്രത്യേകം ഉറപ്പിച്ച് സ്റ്റെബിലൈസ് ചെയ്ത് ക്യാമറ ഷെയ്ക്കാതെ നമ്മൾ ഓടുന്ന രംഗങ്ങളും സ്പീഡുള്ള രംഗങ്ങളും സ്റ്റണ്ടിൻ്റെ രംഗങ്ങളൊക്കെ സ്റ്റഡി ക്യാം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ സ്റ്റഡി ക്യാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ യൂട്യൂബിൽ അത് വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഒത്തിരി നെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ സ്റ്റഡി ക്യാം എന്താണെന്നും ട്രാക്ക് ആൻഡ് ട്രോളി എന്താണെന്നും ട്രൈപോഡ് എന്താണെന്നും ഡോളി എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനിയുണ്ട് ആക്സസറീസ്.